അപ്പോൾ അടിപൊളിയായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു ചെമ്പ് വെച്ച് കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി സ്പൈസസും കൂടി ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, അതുപോലെ തന്നെ പട്ടയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നീര് മൊത്തം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തൈര് ഉണ്ടെങ്കിൽ തൈര് ഇടാം കേട്ടോ. ഒരു 1/2 കപ്പൊക്കെ തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ. പിന്നെ കുറച്ച് ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പട്ട, ഗ്രാമ്പ്, ഏലക്കയുടെ പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതൊരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 5-6 പീസ് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളമൊക്കെ തിളച്ച് തന്നിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കഴിച്ച് തന്നെ നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.